ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാനിവിടെ ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഹിജറ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാന്റെ കഥയാണിത്. എന്റെ കഥയുടെ പേര് ഹബീബിന് എന്ത് പറ്റി. അതാ കഅബയുടെ പരിസരത്ത് ഒരാൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയായിരുന്നു. പ്രഭാഷകൻ ആരാണെന്ന് അറിയാമോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങൾ വെറും 38 പേർ മാത്രമുള്ള സമയമാണത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കലിമൂത്ത ശത്രുക്കളിലെ ഇഖ്ബാ എന്ന ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആണിതറച്ച് ചെരുപ്പെടുത്തടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണു. വിശ്വാസത്തിന്റെ വെളിച്ചം ചലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. മരിച്ചുപോയിന്ന് എല്ലാവരും കരുതി. ഉച്ചവർ തങ്ങളെ വാരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉമ്മയും ഉപ്പയും ഒക്കെ വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എന്റെ ഹബീബ് എവിടെ? എന്റെ ഹബീബിന് എന്ത് പറ്റി? ബേജാറോട് നോക്കിയിരിക്കുന്ന കുടുംബക്കാർക്ക് അതത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കി, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി. ഭക്ഷണം സമ്മതിക്കുന്നേയില്ല. ഇല്ല, എന്റെ ഹബീബിനെ കാണാതെ ഞാൻ ഒന്നും കഴിക്കില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ സുരക്ഷിതരായി ഉണ്ടെന്ന് വിവരം കിട്ടിയതോടെ അവർ തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങളുടെ വികൃതമായ മുഖം കണ്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാരനിർഭരമായി വാരിപ്പുണർന്നു. എന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറി മാത്രമേ ഉള്ളൂ, അങ്ങക്ക് വല്ലതും പറ്റിയോ? അതായിരുന്നു അപ്പോൾ മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാൻ കഴിയാത്ത വിധം ഹബീബിന്റെയും മെഹബൂബിന്റെയും ജീവിതം എന്തു സുന്ദരമായിരുന്നു. എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അവരെ പോലെ നമ്മൾ ഹബീബിനെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. അവസാന കോറിലേറ്റർ